അങ്ങനെ ശക്തമായൊരു വിമർശനമാണ് ഹാഷ്മി ഇന്നലെ ഈ സംസ്ഥാന പഠന ക്യാമ്പിലെ സംഘടനാ പ്രമേയത്തിൽ അതിന്മേലുള്ള ചർച്ചയിലൊക്കെ ഈ പല ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉന്നയിച്ചത്. മേജർ ക്യാപ്റ്റൻ വിളികളിലൊക്കെ അഭിരമിക്കുന്ന നേതാക്കൾ പാർട്ടിക്ക് തന്നെ നാണക്കേടാണ് എന്നുള്ളതാണ് അവരുടെ വിമർശനം. അതുകൊണ്ട് അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകാതെ പാർട്ടിയുടെ പ്രൗഢിയും പെരുമയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് രാഷ്ട്രീയ വിഷയങ്ങളടക്കം ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ടുള്ള പോക്കാണ് വേണ്ടത്. ക്യാപ്റ്റനും ഈ മേജറുമൊക്കെ സൈന്യത്തിൽ മാത്രം മതി, അതൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി, ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇന്നലെ ഈ പല പ്രതിനിധികളുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അപ്പുറത്തേക്ക് മറ്റ് ചില വിമർശനങ്ങൾ കൂടി സംഘടനാപരമായ മുന്നോട്ടുപോക്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതിൽ യൂത്ത് കോൺഗ്രസിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന അരാഷ്ട്രീയ പ്രവണതകളെ ചെറുക്കാൻ, അതിന് ബദലായി നിൽക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. അക്കാര്യത്തിലാണ് വേടനെ പ്രകീർത്തിച്ചുകൊണ്ട്, വേടനെ പിന്തുണച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രമേയ അവതരണത്തിലെ ചർച്ചയിൽ ഇന്നലെ ഒരു പരാമർശം ഉയർന്നത്. എന്തായാലും പ്രമേയ ചർച്ച, അതിൽ മേലുള്ള ഇന്നത്തെ ഈ രാഷ്ട്രീയ ക്യാമ്പ് ഇന്നുകൂടിയുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ക്യാമ്പ് അവസാനിക്കും. അതിൽ രാഷ്ട്രീയ പ്രമേയം ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതിലും വിശദമായ ചർച്ച നടക്കും. ഹാഷ്മി. ഓക്കെ, അശ്വിൻ പാലാഴിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് ആലപ്പുഴയിൽ നടക്കുകയാണ്. അതിലാണ് ഇപ്പോൾ ഈ വിമർശനം ഉയരുന്നത്. അതിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ക്യാപ്റ്റൻ, മേജർ, സോൾജിയർ, സൈനികൻ എന്നൊക്കെയുള്ള പരാമർശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കൾ തന്നെയാണ്, അത് സംഘടനയെ നാണം കെടുത്തുന്നതാണ് എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആ ക്യാമ്പിൽ ഉയരുന്ന വിമർശനം.